അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നാം പ്രവേശിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വർഷം കൂടി അഥവാ ഒരു വയസ്സുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ പുസ്തകത്തിൽ നിന്ന് കുറവ് വന്നിരിക്കുന്നു. ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് ഒരു വർഷം കൂടി എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടി കുറവ് വന്നിരിക്കുന്നു എന്ന് പറയലാകും ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദുൽഹിജ്ജ മാസം അവസാനിച്ചതിലൂടെ മുഹറം മാസം, ചാന്ദ്രിക മാസം, 12 മാസങ്ങളിൽ ആദ്യത്തെ മാസമാകുന്ന മുഹറം പ്രവേശിച്ചതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി കൊഴിഞ്ഞു പോയിരിക്കുന്നു. ഒരു വർഷം കൂടി ഖബറിലേക്ക്, മരണത്തിലേക്ക്, അള്ളാഹുവിലേക്ക്, സ്വർഗ നരകങ്ങളിലേക്ക് നാം അടുത്തിരിക്കുന്നു എന്ന ഒരു ബോധം ഈ പുതുവത്സര ചിന്തകളിൽ നമുക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നടന്നു പോകുന്ന വഴിയിൽ തൻ്റെ പഴയകാല സതീർത്ഥ്യനെ കണ്ടുമുട്ടുന്നു. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവുമായി കുശലാന്വേഷണം നടത്തുന്നു. ആ പരിചയം പുതുക്കലും കണ്ട മാത്രയിൽ തന്നെ അവരുടെ സൗഹൃദം പങ്കുവെക്കലുമായി രണ്ടുപേരുടെയും സംഭാഷണത്തിനിടയിൽ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു തൻ്റെ ആഗതനായ സഹോദരനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്രയാണ് വയസ്സ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. ഉടൻ തന്നെ മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 60 വർഷമായി, 6 പതിറ്റാണ്ടായി അള്ളാഹുവിലേക്കുള്ള നിങ്ങളുടെ ഓട്ടം. ഈ 6 പതിറ്റാണ്ടായി നിങ്ങളുടെ ഓട്ടം എന്നാണ് അവസാനിക്കുന്നത് എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകണം. ഇത് കേട്ട മാത്രയിൽ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ പഴയകാല കൂട്ടുകാരൻ മറുപടിയായി പറഞ്ഞത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വിപത്ത്, ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ നാം എന്താണോ പറയേണ്ടത് അത് മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഫുളൈൽ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ഇസ്തിർജാഇന്റെ അഥവാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ മനോഹരമായ വാചകത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. നമ്മളെല്ലാവരും അള്ളാഹുവിനു വേണ്ടി ഉള്ളവരാണ്, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. അത്രയും പറഞ്ഞപ്പോൾ ഫുളൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാം അതിൻ്റെ ആന്തരികമായ ഒരു അർത്ഥത്തെപ്പറ്റി ചിന്തിക്കണം. എന്താണെന്ന് ചോദിച്ചു. മഹാനവർകൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഫമൻ അറഫ അന്നഹു അബ്ദുൻ, ഒരാൾ അള്ളാഹുവിൻ്റെ ദാസനാണ്, അടിമയാണ്. ഉടമസ്ഥനായ അള്ളാഹു എന്ത് കൽപ്പിച്ചാലും ചെയ്യേണ്ട, എന്ത് നിർദ്ദേശിച്ചാലും അനുസരിക്കേണ്ട, എന്ത് നിരോധിച്ചാലും വെടിയേണ്ട ഒരു എളിയ ദാസനാണ് എന്ന് ഒരു തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ, വ അന്നഹു റാജിഉൻ ഇലൈഹി, അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവനാണ് എന്ന ഒരു ബോധവും അവനുണ്ടായി കഴിഞ്ഞാൽ, അതാണല്ലോ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദാസനാണ്, നിങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ആ ഇസ്തിർജായിലൂടെ ഒരാൾ അള്ളാഹുവിൻ്റെ ദാസനാണ് എന്നും ഉടമസ്ഥനായ അള്ളാഹുവിന് എന്ത് സ്വാതന്ത്ര്യവും നിങ്ങളുടെ മേൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും നിങ്ങളാകട്ടെ തിരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടായാൽ ഫൽ യഅലം അന്നഹു മൗഖൂഫുൻ, ആ ഉടമസ്ഥന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കേണ്ടി വരുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവൻ്റെ മുന്നിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം അവസാനിച്ച്
ഓട്ടവും തിരക്കും അതുപോലെ എല്ലാ ബിസിയും അവസാനിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വമൻ അലിമ അന്നഹു മൗഖൂഫുൻ, ഒരാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫൽയഅലം അന്നഹു മസ്ഊലുൻ, അവൻ പിന്നെ അറിയേണ്ടത് അവനോട് അള്ളാഹു എന്തെങ്കിലും ചോദിക്കും എന്ന ഒരു സത്യമാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നാൽ അവൻ പലതും നമ്മോട് ചോദിക്കും എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ വമൻ അലിമ അന്നഹു മസ്ഊലുൻ, അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ പല ചോദ്യങ്ങളും നമ്മോട് ചോദിക്കുമെന്ന് തിരിച്ചറിയുന്ന ഒരാൾ ഫൽയഉദ്ദ ലിസ്സുആലി ജവാബ, ആ ചോദ്യങ്ങൾക്ക് ശക്തവും വ്യക്തവും സുതാര്യവും സുവ്യക്തവുമായ മറുപടി ഇവിടെ നിന്ന് കരസ്ഥമാക്കി പോകേണ്ടത് അനിവാര്യമാണ്. ആ സമയം അത്ഭുതത്തോടെ വിഷണ്ണനായിക്കൊണ്ട് ആ ആഗതൻ മഹാനായ ഫുളൈൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വമൽ ഹീലത്തു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അവൻ്റെ മുന്നിലേക്ക് മടങ്ങിപ്പോകണം, ഞാൻ അവിടെ നിൽക്കണം. ആ നൃത്തത്തിൽ റബ്ബെന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയണം എന്നങ്ങ് പറഞ്ഞല്ലോ, ഞാൻ അതിന് എന്താണ് ചെയ്യേണ്ടത്? മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, നമ്മുടെ ഈ പുതുവർഷത്തിലേക്ക് നാം കാലെടുത്തു വെച്ച, നമുക്ക് ഒരു കൊല്ലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി അടുത്ത ഒരു പുതുവർഷത്തിലേക്ക് നാം കാലെടുത്തു വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവാകുന്നതിന്, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിന് ആ ഉപദേശം നമുക്ക് അത്യാവശ്യമാണ്, നമുക്ക് അനിവാര്യമാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ നീ റബ്ബിലേക്ക് ഓടുകയായിരുന്നു, അടുക്കുകയായിരുന്നു, ആ അടുപ്പം അവസാനിക്കാറായി എന്ന് പറയുമ്പോൾ നീ ഇനി എന്തു വേണം എന്നതിനെ സംബന്ധിച്ച് നീ ചിന്തിക്കേണ്ടത് തഹ്സൻ മാ ബഖിയ യഗ്ഫിറു ലക മാ മള, നീ ഇനി ശേഷിക്കുന്ന നിനക്ക് മാസങ്ങളായാലും ആഴ്ചകളായാലും അല്ലെങ്കിൽ ദിവസങ്ങളായാലും ഒരുപക്ഷെ നിനക്ക് കൊല്ലങ്ങളോളം ജീവിക്കാൻ കഴിഞ്ഞാലും നീ ചെയ്യാനുള്ളത് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നും ചോദ്യം ഉണ്ടാകുമെന്നും അതിന് വ്യക്തമായി മറുപടി കൊടുക്കേണ്ടി വരുമെന്നും നിനക്ക് ബോധ്യം വന്നാൽ നീ ചെയ്യേണ്ടത് തഹ്സൻ മാ ബഖിയ, ഇനിയുള്ള ജീവിതം നീ നന്നാക്കുക. എന്നാൽ യഗ്ഫിറു ലക മാ മള, ഇന്നലെ വരെയുള്ള കഴിഞ്ഞ നിമിഷം വരെയുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതാണ്. ഇനി അതല്ല, വഇൻ അസഅത ഫീമാ ബഖിയ, ഇനിയും നീ തിന്മയാണ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ, ഇനിയും നിന്റെ ജീവിതത്തിൽ തെറ്റുകളാണ് നിന്നെ പിന്തുടരുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന്റെ അകക്കാമ്പ് തൊട്ടറിഞ്ഞ ആരിഫായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖദത ഫീമാ ബലാ വ ഫീമാ ബഖിയ, നിന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെയും വരാനിരിക്കുന്ന ജീവിതത്തിന്റെയും മുഴുവൻ പാപങ്ങളെയും അല്ലാഹു തആല ഓരോന്ന് നിന്നോട് ചോദിച്ച് കൃത്യമായ മറുപടി നിനക്ക് പറഞ്ഞ് അവസാനം അതിനൊക്കെ നീ അനുഭവിക്കേണ്ടത് മുഴുവനും അനുഭവിച്ചിട്ടല്ലാതെ നിനക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം പുതിയ ഒരു മുഹറത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഈ ജീവിതം നമുക്ക് എന്താണ് സമ്മാനിക്കേണ്ടത് എന്ന ഒരു ആശങ്കയുടെ നടുവിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാവി എങ്ങനെ ആകണം എന്ന ഒരു ആശങ്കയുടെ മധ്യേ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഒറ്റ കാര്യം മാത്രം, മല മാ മല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൃത്യമായ നിലയിൽ, ഏറ്റവും നന്മ നിറഞ്ഞതായ നിലയിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നാം തയ്യാറാവുക. അതുകൊണ്ട് പുതുവത്സര ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് സുഹൃതങ്ങൾ ചെയ്യാൻ കഴിയും, എന്തൊക്കെ നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ കഴിയും, ആ ഒരു ചിന്തയിലും ആ ഒരു ആഗ്രഹത്തിലും ആ ഒരു ജാഗ്രതയിലുമായി ഈ പുതുവർഷത്തെ നാം വരവേറ്റ് ആ പുതുവർഷത്തിൽ ഓരോ ദിവസങ്ങളെയും നാം തള്ളി നീക്കണം. സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നൽകി നാം ഏവരും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുന്നതിന്, നമ്മുടെ പരലോക ജീവിതം വിജയകരമാകുന്നതിന് ഇനിയുള്ള ദിവസങ്ങളും
ഇനിയുള്ള ആഴ്ചകളും മാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ഓരോ കൊല്ലങ്ങളും അള്ളാഹു നമുക്ക് ഫലപ്രദമാക്കി എടുക്കുന്നതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ആത്മാർത്ഥമായി ദുആരക്കുക. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും, നാം ഇത് കാണുകയും പ്രവർത്തിക്കുകയും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഇഹത്തിലും പരത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.